ഹായ്, സ്നാസി സ്റ്റുഡൻസ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ യൂണിറ്റിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. യൂണിറ്റിൻ്റെ പേരെന്താണ്? മധ്യകാല ഇന്ത്യ, കലയും സാഹിത്യവും. മിഡിവൽ ഇന്ത്യയിലെ ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ, കലയും സാഹിത്യത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നു പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ 1ാം ഭാഗം നമ്മൾ എടുത്തു, ആ ഒരു തുടക്കം എന്ന് പറയുന്നത് അല്ലേ. 6ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൻ്റെ നമ്മൾ പഠിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതിനുശേഷം ഇന്നത്തെ പഠിക്കാം. ആദ്യം നമ്മൾ പഠിച്ചത് ഏതാണ്? കൊണാർക്കിലെ സൺ ടെമ്പിൾ, സൂര്യക്ഷേത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? പഞ്ചരഥ ക്ഷേത്രം, മഹാബലിപുരത്തെ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രം ഏതാണ്? പഞ്ചരഥം. അവയുടെ പ്രത്യേകത എന്താണ്? ഒറ്റക്കല്ലിൽ കുത്തിയ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. പിന്നീട് നമ്മൾ പഠിച്ചത് ഏതാണ്? തഞ്ചാവൂരിലെ ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു. ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തെക്കുറിച്ച് പഠിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? വെരി ഗുഡ്. ചെത്തിമിനിക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രം. അതിൻ്റെ വേറെ പ്രത്യേകത എന്താണ്? ഭൂരിഭാഗവും എന്തായിരിക്കും? ബഹുനില ക്ഷേത്രങ്ങൾ ആയിരിക്കും. ബഹുനില ക്ഷേത്രങ്ങളാണ്, ഒന്നിൽ കൂടുതൽ നിലകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എന്താണ് പറഞ്ഞത്? പിന്നെ വന്നത് ശൈലി എന്ന് പറയുന്ന നിർമ്മാണ ശൈലി ഏതാണ്? ഭിത്തികൾ, ക്ഷേത്രങ്ങളുടെയൊക്കെ ഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതി വന്നു. അതിന് ഉദാഹരണം ഏതൊക്കെയായിരുന്നു? അതിനകത്ത് എന്തൊക്കെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരുന്നതെന്ന് പറഞ്ഞതിന് മുമ്പ്? വെരി ഗുഡ്. രാമായണം, മഹാഭാരതം, ഭാഗവതം. അതോടൊപ്പം തന്നെ അക്കാലത്തെ യുദ്ധരംഗങ്ങളും നൃത്ത സംഗീത രംഗങ്ങളുടെ ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ കൊത്തിവെച്ചു. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞതാണ് എന്താണ്? മധ്യപ്രദേശിലെ ഹജ്രാവോ ക്ഷേത്രമാണ് ഇത്തരത്തിലുള്ള ഈ ശില്പങ്ങൾ കൊത്തിവെക്കുന്ന നിർമ്മിതിക്ക് ഉദാഹരണങ്ങളായിട്ട് പഠിക്കുന്നത്. ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. എന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം എൻ്റെ മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 109 പേജ് നമ്പർ 109 എടുക്കുക. അതിൻ്റെ അകത്താണ് പുതിയ ഒരു കൺസ്ട്രക്ഷൻ രീതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്താണ് പഠിച്ചിരിക്കുന്നത്? A new style of architecture developed during the Sultanate period. It is known as the Indo-Islamic of architecture. നമ്മൾ ഈ 6ാം ക്ലാസ്സിലെ തന്നെ 1ഉം 2ഉം പാഠഭാഗത്ത് നമ്മൾ മിഡിവൽ ഇന്ത്യയിൽ രാജാക്കന്മാരെക്കുള്ള റൂളേഴ്സ്, കിങ്ഡത്തിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതിൻ്റെ സൽത്തനത്ത് രാജവംശത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അങ്ങനെ സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ സ്റ്റൈൽ ആർക്കിടെക്ചർ, ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. ഇതിനെയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. ആ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് തന്നെ എത്രയുണ്ട്? ഇൻഡോയും ഉണ്ട്, ഇസ്ലാമിക്കും ഉണ്ട്. അപ്പോൾ 2 ഉണ്ട്. അപ്പോൾ ആ പേര് തന്നെ ആ 2 ശൈലികളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു വാസ്തുവിദ്യാ ശൈലിയാണ്. ഇന്ത്യയുടെയും ഇസ്ലാമിക് രാഷ്ട്രങ്ങളുടെയുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ള വാസ്തുവിദ്യ ഒരുമിച്ച് ചേർന്നിട്ട് പുതിയ ഒരു ശൈലി രൂപപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത്? ഇസ്ലാമിക് രാജ്യമായ തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ശൈലികളും ഇന്ത്യയിലെ ശൈലിയും കൂടെയും കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക് ശൈലിയെക്കുറിച്ച് നമുക്കൊരു നോട്ട് നോക്കാം. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ നോട്ടുകളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നെന്താണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയെക്കുറിച്ചാണ്. എന്താണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്താണ്? സൽത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ, ആരുടെ ഭരണകാലത്താണ്? സൽത്തനത്ത് കാലത്ത് ഒരു പുതിയ വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടു. അതിന് പറയുന്ന പേരാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറയുന്നത്. വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായവരെ തുർക്കി,
പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, നിർമ്മാണത്തിനായിട്ട് കൊണ്ടുവന്നു. അവരോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്ത്യയിലെ തദ്ദേശീയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ തന്നെ ശില്പികളും തൊഴിലാളികളും കൽപ്പണിക്കാർ തുടങ്ങിയവരൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. ഇരു കൂട്ടരുടെയും ശൈലികൾ, അതായത് ഇസ്ലാമിക് ശൈലിയും ഇന്ത്യയുടെ ശൈലിയും കൂടെയും സമന്വയിപ്പിച്ച് കൂട്ടിയോജിച്ചാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി രൂപപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ മക്കൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇംഗ്ലീഷിലും കൊടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് നമുക്കൊന്ന് വായിക്കാം. A new style of architecture developed during the Sultanate period. It is known as the Indo-Islamic style of architecture. Skilled architects from Turkey and Persia were brought to India for the construction of the different structures. The indigenous sculptors, laborers and masons also joined them. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു 3 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആർച്ച്, ഡോം, പിന്നെ എന്താണ്? മിനാര, കമാനം, താഴികക്കുടം, മിനാരം എന്ന് പറയുന്ന 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആർച്ച് എന്ന് പറഞ്ഞാൽ നോക്കിക്ക ചിത്രം, നമ്മളൊക്കെ പറയുന്ന ഒരു റാഷ് ഷേപ്പിലുള്ള ആകൃതി, കമാനമാണ്. താഴികക്കുടം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിർമ്മിതികളുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒരു കുടം കമത്തിയതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നോക്കിക്കേ, അതിന് പറയുന്ന പേരാണ് താഴികക്കുടം. മിനാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ചിത്രത്തിൽ ആ ഒരു സ്തംഭം പോലെയുള്ളതിനകത്ത് ഏറ്റവും മുകളിൽ ആ കുടം പോലെ കമത്തിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ചതുരം പോലെ ചുമ്മാ തുളകൾ പോലെ ചതുരക്കള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവയാണ് എന്തെന്ന് പറയുന്നത്? മിനാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിലെ 3 സവിശേഷതകളാണ്, ആ നിർമ്മാണത്തിൻ്റെ സവിശേഷതകളാണ് ഇത്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. Skilled architects from Turkey and Persia were brought to India for the construction of different structures. The indigenous sculptors, laborers and masons are also joined them. The Indo-Islamic style evolved out of the amalgamation of the styles of both of the groups. Let's examine the major features of this style. അപ്പോൾ ഈ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തുവിദ്യാ രംഗത്ത് വിദഗ്ധരായ തുർക്കിയിലെയും പേർഷ്യയിലെയും വിദഗ്ധരായവരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായിട്ട്. അവരും ഇന്ത്യയിലെ വിദഗ്ധരായ തൊഴിലാളികളും കൂടെ ഒരുമിച്ച് ചേർന്ന് 2 സ്ഥലങ്ങളിലെയും ശൈലികൾ കൂട്ടി ഒരു പുതിയ ശൈലി രൂപപ്പെട്ടു വന്നു. ആ ഒരു ശൈലിയാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത ഈ പോയിന്റ്, ഈ ഇൻഡോ ഇസ്ലാമിക് ഇതിൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം മിക്കവാറും എല്ലാ വർഷത്തെ പരീക്ഷയ്ക്കും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. ആർച്ച്, ഡോംസ് ആൻഡ് മിനാർസ് വേർ ദ നോട്ടബിൾ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. എന്താണ്? കമാനങ്ങൾ, ആർച്ച്, ഡോംസ്, താഴികക്കുടങ്ങൾ, മിനാരങ്ങളൊക്കെ ഈ ശൈലിയുടെ, ഏത് ശൈലിയുടെ? ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. Figures of flowers and plants were carved for the decorating buildings. എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തൊട്ട് താഴെ തന്നെ കണ്ടോ, അതിൻ്റെ ഭിത്തികളിൽ, ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഇതിൻ്റെ ഭിത്തികളിൽ അലങ്കാരങ്ങൾക്ക് വേണ്ടി ആദ്യം നമ്മൾ ശില്പങ്ങൾ കൊത്തിവെക്കുന്നതിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് നോക്കിക്കേ, അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു, പൂക്കളുടെയും സസ്യങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചു. ഇപ്പോൾ 2 പ്രത്യേകതകളാണ്. എന്താണ്? അതിൻ്റെ അകത്ത് ആർച്ച്, കമാനങ്ങൾ, ഡോംസ്, താഴികക്കുടങ്ങൾ, മിനാരങ്ങളൊക്കെ ഇവയുടെ ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളാണ്. അതോടൊപ്പം തന്നെ അലങ്കാരത്തിനു വേണ്ടി എന്താണ്? അവരെന്തിനു വേണ്ടിയിട്ടാണ്? ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഈ കെട്ടിടങ്ങളിൽ കുത്തിവെച്ചു. ഓക്കെ, അടുത്ത പേജ് ഒന്ന് മറിച്ചേ. കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായിട്ട് ഇതിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയാണ്? കുമ്മായവും റെഡ് സ്റ്റോൺസും ഒക്കെ, മാർബിളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ നിർമ്മിച്ച അതിനോട് ചേർന്ന് തന്നെ വിശാലമായിട്ടുള്ള പൂന്തോട്ടങ്ങളും അവർ
നിർമ്മിച്ചു. ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ വീടുകളിലെയൊക്കെ പോലെ ചില വീടുകളൊക്കെ പറയുമ്പോൾ നല്ല മനോഹരമായ പൂന്തോട്ടമല്ലേ, അത് തന്നെ അന്നത്തെ കാലത്ത് തന്നെ ആ കെട്ടിടങ്ങൾ നിർമ്മിതികളോടുകൂടി തന്നെ നല്ല വിശാലമായ പൂന്തോട്ടങ്ങളും അത് അവർ ഉണ്ടാക്കി. അതും ആ ഒരു ശൈലിയുടെ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ സവിശേഷതകളാണ്. അപ്പോൾ ഇൻഡോ ഇസ്ലാമിക്കിൻ്റെ വാസ്തുവിദ്യ ആർക്കിടെക്ചറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മക്കൾ ഈ 4 പോയിന്റ് തീർച്ചയായും കാണാപ്പാടം തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, നിങ്ങളുടെ തന്നെ ആശയത്തിൽ എഴുതുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ടീച്ചർ ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ രീതിയുടെ സവിശേഷതകൾ. കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതകളാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക കമാനങ്ങൾ, ആർച്ച് എന്ന് പറയുമ്പോൾ ആ ചിത്രം വരിക, ഡോംസ് താഴികക്കുടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചിത്രം വരിക, മിനാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിത്രം വരിക. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ ആ പോയിന്റുകൾ നമ്മൾ വിട്ടുപോവില്ല. അപ്പം എന്താണ്? കമാനങ്ങളും താഴികക്കുടങ്ങളും മിനാരങ്ങളും ഈ ശൈലിയുടെ മുഖ്യ സവിശേഷതയാണ്. പിന്നീടോ കെട്ടിടങ്ങളിൽ അലങ്കാരത്തിനു വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. പിന്നീടോ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് കുമ്മായം, ചുവന്ന കല്ല്, മാർബിൾ മുതലായവ ഉപയോഗിച്ചു. പിന്നീട് എന്താണ്? നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Major features of Indo-Islamic style of architecture. Arch, domes and minarets were the notable features of this style. Figures of flowers and plants were carved for the decorating buildings. Mortar, red stones and marbles were used for construction. Spacious garden were set on the building premises. അപ്പോൾ ഈ പോയിന്റുകൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറയുക കേട്ടോ. ഇനി അടുത്ത പേജിൽ നിങ്ങളുടെ പേജ് നമ്പർ 110 കൊടുത്തിരിക്കുന്ന ബാക്കി പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അടുത്തത് കുത്തബ് മീനാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദ കുത്തബ് മീനാർ വാസ് ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ദിസ് സ്റ്റൈൽ. ഏത്? ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ ആദ്യമായിട്ട് പണി കഴിപ്പിച്ച ബിൽഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്? കുത്തബ് മീനാറാണ്. അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. എന്താണ്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ആദ്യമായി ദ കുത്തബ് മീനാർ വാസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ദിസ് സ്റ്റൈൽ. ഏത് സ്റ്റൈലിൽ? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ ആദ്യമായിട്ട് പണിതീർത്ത നിർമ്മിതി എന്ന് പറയുന്നത് ഏതാണ്? കുത്തബ് മീനാറാണ്. The construction of the Qutb Minar was started during the reign of the Qutbuddin Aibak, the founder of Sultanate. എന്താണ്? സൽത്തനത്ത് ഭരണത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? സൽത്തനത്ത് സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്. ഒന്ന് പറഞ്ഞേ, നമ്മൾ പറഞ്ഞു പഠിച്ചതാണ്. സൽത്തനത്ത് സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ അവിടെ തന്നെ 2 1 വേർഡ് വന്നു. സൽത്തനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സൽത്തനത്ത് രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്. കുത്തബ് മീനാറിൻ്റെ നിർമ്മാണം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്. ലേറ്റർ പിന്നീട് ഇൽത്തുമിഷ് കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ. നിർമ്മാണം ആരംഭിച്ചത് ഖുത്ബുദ്ദീൻ ഐബക് ആണെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ചത് ഇൽത്തുമിഷാണ്. ആരാണ്? ഇൽത്തുമിഷ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ടോൾ ടവർ ആൻഡ് balconies projecting from it are the striking features of this building. ഈ കുത്തബ് മീനാറിൻ്റെ പ്രത്യേകത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എ ടോൾ ടവർ, ഉയരമുള്ള ഗോപുരവും, പിന്നെ എന്താണ്? ഈ ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന എന്താണ്? ബാൽക്കണികളും
ഇതാണ് ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കുത്തബ് മീനാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമാണ് ഇതിൻ്റെ സവിശേഷത. കുത്തബ് മീനാറിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. അടുത്ത പോയിന്റ് നോക്കുക. ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ബിക്കം പോപ്പുലർ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ആരംഭിച്ചത് സൽത്തനത്ത് കാലഘട്ടത്തിലാണെങ്കിലും അത് പോപ്പുലറായത്, പ്രചാരം നേടിയത് ഏത് കാലഘട്ടത്തിലാണ്? മുഗൾ കാലഘട്ടത്തിലാണ് അത് പോപ്പുലറായി തീർന്നത്. ദ മുഗൾ കിങ്സ് കൺസ്ട്രക്റ്റഡ് സെവറൽ ഫോർട്ട്സ്, മോസ്ക് ആൻഡ് ടോംസ് ഇൻ ദിസ് സ്റ്റൈൽ. ഈ ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ നിരവധി കോട്ടകൾ, ഫോർട്ടുകളും ആരാധനാലയങ്ങളും പിന്നെ എന്താണ് ശവകുടീരങ്ങളുമൊക്കെ ഈ മുഗൾ രാജാക്കന്മാർ നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആ മുഗൾ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നിർമ്മാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹുമയൂൺസ് ടോം ഇൻ ഡൽഹി ഇസ് ആൻ എപ്റ്റോം ഓഫ് ദി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഹുമയൂണിൻ്റെ ടോം എന്ന് പറഞ്ഞാൽ എന്താണ്? ശവകുടീരമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏത്? ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിർമ്മിച്ചവയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. എന്താണ്? മനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി അത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ദിസ് ടോം ഈസ് മെയ്ഡ് ഓഫ് റെഡ് സാൻഡ് സ്റ്റോൺ ആൻഡ് മാർബിൾ. എന്താണ്? മാർബിളും ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും ഒക്കെ ചേർത്താണ്, മാർബിളും വെണ്ണക്കല്ലും ചുവന്ന മണൽക്കല്ലും ഒക്കെ ചേർത്താണ് ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹൽ വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ സ്റ്റൈൽ ഫ്രം ദിസ് മൊണ്യൂമെൻറ്റ്. എന്താണ്? താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് താജ്മഹൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ട് ഇഷ്ടമായ ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഈ ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹുമയൂണിൻ്റെ ശവകുടീരത്തെക്കുറിച്ചും കുത്തബ് മീനാറിനെക്കുറിച്ചും കുറച്ച് പോയിന്റുകളായിട്ട് തന്നെ പഠിക്കാം. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. കുത്തബ് മീനാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? കുത്തബ് മീനാർ വാസ് ദ ഫസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ പൂർത്തീകരിച്ച ആ രീതിയിൽ പണിത ആദ്യത്തെ നിർമ്മാണമാണ് കുത്തബ് മീനാർ. The construction of Qutb Minar was started during the reign of Qutbuddin Aibak, the founder of Sultanate. സൽത്തനത്ത് സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങി വെച്ചത്. ഇനി അത് പൂർത്തീകരിച്ചത് ആരാണ്? ഇൽത്തുമിഷ്. അതാണ് കുത്തബ് മീനാർ വാസ് കംപ്ലീറ്റഡ് ബൈ ഇൽത്തുമിഷ്. അപ്പോൾ അത് രണ്ട് വൺവേഡ്. കുത്തബ് മീനാർ നിർമ്മാണം തുടങ്ങി വെച്ചത് ഖുത്ബുദ്ദീൻ ഐബക്കും പൂർത്തിയാക്കിയത് ഇൽത്തുമിഷുമാണ്. ഇനി അതിൻ്റെ പ്രത്യേകത, ആ കുത്തബ് മീനാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത പോയിൻ്റാണ്. എ ടോൾ ടവർ ആൻഡ് ബാൽക്കണീസ് പ്രൊജക്റ്റിംഗ് ഫ്രം ഇറ്റ്സ് ഏരിയ ദ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ബിൽഡിംഗ്. ഉയർന്ന ഗോപുരവും പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ബാൽക്കണികളുമൊക്കെയാണ് ഇതിൻ്റെ സവിശേഷത, കുത്തബ് മീനാറിൻ്റെ നിർമ്മാണ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ഒരു കാര്യം പറയട്ടെ മക്കളെ, കഴിഞ്ഞ പ്രാവശ്യം ഈ ഷോർട്ട് നോട്ട് കുറിപ്പ് തയ്യാറാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരും അല്ലേ? അതിൻ്റെ അകത്ത് വന്നത് താജ്മഹലിനെ കുറിച്ചാണ്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് പരീക്ഷ ഉണ്ടെങ്കിൽ തന്നെ ഏതിനെക്കുറിച്ചാണ് വരുന്നത് എന്നറിയത്തില്ല. അപ്പോൾ ഇത് ഓരോന്ന് കുത്തബ് മീനാറിനെ കുറിച്ചും താജ്മഹലിനെ കുറിച്ചും ഹുമയൂണിൻ്റെ ഏതും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക, നോട്ട്ബുക്കിലേക്ക് നോട്ടായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യുക. മലയാളത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻഡോ ഇസ്ലാമിക വാസ്തുവിദ്യാ ശൈലിയിൽ പണിതീർത്ത ആദ്യ നിർമ്മിതിയാണ് കുത്തബ് മീനാർ. സൽത്തനത്ത് സ്ഥാപകനായ ഖുത്ബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മീനാർ നിർമ്മാണം ആരംഭിച്ചത്. ഇൽത്തുമിഷ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. ഉയരമുള്ള ഗോപുരവും ഗോപുരത്തിൽ നിന്ന് തള്ളി നിൽക്കുന്ന ബാൽക്കണികളും ഇതിൻ്റെ സവിശേഷതകളാണ്. ഇനി ഹുമയൂണിൻ്റെ ശവകുടീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇൻഡോ ഇസ്ലാമിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് ഈ ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്
ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ്. ഒരു വശത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് വെള്ള മാർബിൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചേരുന്ന ഏതാണ്? ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ടാണ് ഹുമയൂണിൻ്റെ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് മാതൃകയാക്കിയത് ഏത് സ്മാരകമാണ്? ഈ ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഹുമയൂൺസ് tomb. Humayun's tomb in Delhi is an epitome of the Indo-Islamic style. It is situated at the center of a beautiful garden. It is made of red sandstone and marble. അടുത്തത് 111-ാമത്തെ പേജിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് താജ്മഹലിനെ കുറിച്ചാണ്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ദ താജ്മഹൽ ഇൻ ആഗ്ര കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ ഇൻ മെമ്മറി ഓഫ് ഹിസ് വൈഫ് മുംതാസ് മഹൽ is the best example of Indo-Islamic style of architecture. എന്താണ്? ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ പത്നി മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആഗ്രയിൽ നിർമ്മിച്ച താജ്മഹൽ. അപ്പോൾ ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? മുഗൾ ചക്രവർത്തിയായ താജ്മഹൽ. ആരുടെ ഓർമ്മയ്ക്കായിട്ട്? അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. എവിടെയാണ് നിർമ്മിച്ചത്? ആഗ്രയിൽ. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് അടുത്ത് പറഞ്ഞിരിക്കുന്നത് വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. ഈ താജ്മഹലിൻ്റെ നിറം എന്ന് പറയുന്നത് വെള്ളയാണ് അല്ലേ? അപ്പോൾ വെള്ള മാർബിളാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. താജ്മഹലിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ നോക്കിക്കേ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്കായി താജ്മഹൽ നിർമ്മിച്ചു. ഇത് ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്നു. വെള്ള മാർബിളും രത്നക്കല്ലുകളും ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. കമാനങ്ങളും മിനാരങ്ങളും താഴികക്കുടങ്ങളും ഇതിൻ്റെ മുഖ്യ പ്രത്യേകതയാണ്. ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൻ്റെ മുഖ്യ പ്രത്യേകത നമ്മൾ ആദ്യം പഠിച്ചു. അത് ഈ താജ്മഹലിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ താജ്മഹൽ. The Mughal Emperor Shah Jahan constructed Taj Mahal in memory of his wife Mumtaz Mahal. It is situated in Agra. White marble and precious stone were used for its construction. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നിർമ്മിതി എന്ന് പറയുന്നത് ചെങ്കോട്ട റെഡ് ഫോർട്ടിനെ കുറിച്ചാണ്. Here is the picture of the Red Fort in Delhi. Why is it named so? എന്താണ്? ഡൽഹിയിലെ ആ പടം കൊടുത്തിരിക്കുന്നത് ചെങ്കോട്ടയുടെ ഒരു പടമാണ്. ഇതിന് ചെങ്കോട്ട എന്ന് പേര് വരാനുള്ള കാരണം എന്തായിരിക്കും? അവിടെ ആ ക്വസ്റ്റ്യൻ തന്നെയായിട്ടുണ്ട്. വൈ ഈസ് ഇറ്റ് നെയിംഡ് സോ? എന്താണ്? എന്തുകൊണ്ടാണ് ചെങ്കോട്ടയ്ക്ക് ആ ഒരു പേര് വരാൻ കാരണം? എന്തുകൊണ്ടാണ്? ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർട്ട് ബിൽഡ് ഡ്യൂറിങ് ദ മുഗൾ പീരിയഡ്. മുഗൾ ഭരണകാലത്തെ കോട്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് ഈ റെഡ് ഫോർട്ട് ചെങ്കോട്ട. ഇങ്ങനെ ആ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ദ ഫോർട്ട് ഈസ് മെയ്ഡ് എൻറ്റയർലി ഓഫ് റെഡ് സാൻഡ് സ്റ്റോൺ. ചുവന്ന മണൽ കല്ലുകൾ കൊണ്ടാണ് ചെങ്കോട്ട, റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോർട്ടിന് ചെങ്കോട്ട എന്ന പേര് വരാനായിട്ടുള്ള കാരണം. Another building constructed in this style of Juma Masjid in Delhi. Marble and red sandstone were used for its construction. ആ കാലഘട്ടത്തിലെ മറ്റൊരു നിർമ്മിതിയാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ടായിട്ട് എഴുതാം. റെഡ് ഫോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചെങ്കോട്ടയെക്കുറിച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ആരാണ് നിർമ്മിച്ചത്? ഷാജഹാൻ ചക്രവർത്തി. ഷാജഹാൻ ചക്രവർത്തിയുടെ മറ്റൊരു നിർമ്മാണം ഏതാണ്? യെസ്, വെരി ഗുഡ്, താജ്മഹൽ. പിന്നെ എന്താണ്? എന്തുകൊണ്ടാണ് അവയ്ക്ക് ആ റെഡ് ഫോർട്ട് എന്ന് പേര് കിട്ടിയത്? പൂർണ്ണമായും ചുവന്ന മണൽ കല്ലുകൾ കൊണ്ടാണ് ഈ റെഡ് ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. റെഡ് ഫോർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡൽഹി. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ. The fort is made entirely red sandstone. അടുത്തത് ജുമാ മസ്ജിദിനെ കുറിച്ചാണ്. ജുമാ മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? യെസ്, ഷാജഹാൻ ചക്രവർത്തിയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിൽ. ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? മാർബിളും ചുവന്ന കല്ലുകളും കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ച 3 നിർമ്മാണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. താജ്മഹൽ, പിന്നെന്താണ്? റെഡ് ഫോർട്ട് ചെങ്കോട്ട, പിന്നെന്താണ്? ജുമാ മസ്ജിദ്. ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ഷാജഹാൻ. ജുമാ മസ്ജിദ് സിറ്റുവേറ്റഡ് ഡൽഹി. മാർബിൾ ആൻഡ് റെഡ് സാൻഡ് സ്റ്റോൺ were used for its
കൺസ്ട്രക്ഷൻ. അടുത്ത ഇൻഡോ ഇസ്ലാമിക് നിർമ്മിതി കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഗോൾ ഗുംബസിനെ കുറിച്ചും ചാർമിനാറിനെ കുറിച്ചുമാണ്. ദ ഗോൾ ഗുംബസ് ഇൻ ബിജാപ്പൂർ constructed during the reign of the Bahmani Sultans and Charminar in Hyderabad constructed during the reign of Qutb Shahi Sultans are also example of Indo-Islamic style of architecture. എന്താണ്? ബാമിനി സുൽത്താൻമാരുടെ, ബാമിനി കിങ്ഡം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ നേരത്തെ അല്ലേ? ആ സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ഗോൾ ഗുംബസും പിന്നെ എന്താണ് കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ച ചാർമിനാറും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണമാണ്. ചാർമിനാർ നമ്മൾ പഠിച്ചു. ചാർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? 4. മിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗോപുരം, ആ തൂണ് വലുത് കണ്ടോ? അപ്പോൾ അങ്ങനെ 4 ആ ചിത്രം നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അവയ്ക്ക് ആ പേര് വന്നത് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള നോട്ട് എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാമിനി സുൽത്താൻമാരുടെ ഭരണകാലത്ത് ബിജാപ്പൂരിൽ നിർമ്മിച്ച ഗോൾ ഗുംബസ്, കുത്തബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് ഹൈദരാബാദിൽ നിർമ്മിച്ച ചാർമിനാർ എന്നിവയും ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിക്ക് ഉദാഹരണങ്ങളാണ്. ഗോൾ ഗുംബസ് ആൻഡ് ചാർമിനാർ അത് നമ്മൾ പറഞ്ഞു. ഇത് ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ അവിടെ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയതിനെ അടിസ്ഥാനമാക്കി മുഴുവനും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ടീച്ചർ ഇപ്രാവശ്യം ഞാൻ എല്ലാവരും പറഞ്ഞപ്പോൾ ടീച്ചർ അങ്ങനെ നോട്ടുകൾ തരുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ എഴുതാൻ ഒരു ടെൻഡൻസി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, പോയിൻ്റ് ആയിട്ട് തന്നെ ടീച്ചർ തന്നിട്ടുണ്ട്. ഈ ചിത്രം ഓരോന്നും ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ചിത്രം നോക്കിയേ, നിർമ്മിതികളുടെ പേര് നിർമ്മിതി ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. അവയുടെ പേര് നിങ്ങൾ കണ്ടെത്തണം, അവയുടെ സവിശേഷതകളും നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഒരെണ്ണം നിങ്ങൾക്ക് എക്സാമ്പിൾ ഉദാഹരണത്തിനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതിനാണ് കൊടുത്തത്? ബൃഹദീശ്വര ക്ഷേത്രത്തെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ സവിശേഷതകളും അവിടെ കൊടുത്തിരിക്കുന്നു. അടുത്തത് നിങ്ങൾ കണ്ടെത്തി എഴുതാനാണ്. ടീച്ചർ അത് ഏത് നിർമ്മിതിയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ, ഞാനിപ്പോൾ പാർട്ട് 1ലെയും പാർട്ട് 2ലെയും നോട്ട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ആ നിർമ്മിതി എന്ന് പറയുന്നത് കുത്തബ് മീനാറിനാണ്. കുത്തബ് മീനാറിനെ കുറിച്ചുള്ള പോയിന്റുകൾ ഇന്ന് ടീച്ചർ നോട്ട്ബുക്കിൽ തന്നിട്ടില്ലേ? അപ്പോൾ അത് നോക്കി നിങ്ങൾ അതിൻ്റെ സവിശേഷതകൾ നിങ്ങളുടെ അവിടെ എഴുതുക. അടുത്തത് മൂന്നാമത് തന്നിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് താജ്മഹലിൻ്റെ ചിത്രമാണ്. അപ്പോൾ താജ്മഹലിൻ്റെ പ്രത്യേകതകൾ, ഫീച്ചേഴ്സ് നിങ്ങൾ അടുത്ത കോളത്തിൽ എഴുതുക. നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത്, പിക്ചർ എന്ന് പറയുന്നത് ചെങ്കോട്ടയുടെ ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നിങ്ങൾ എഴുതുക. അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ജുമാ മസ്ജിദാണ്. അതിൻ്റെയും പ്രത്യേകതകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അപ്പോൾ ഒന്നും കൂടെ പറയാം. ആദ്യത്തത് ബൃഹദീശ്വര ക്ഷേത്രം, സെക്കൻഡ് വൺ കുത്തബ് മീനാർ, തേർഡ് മൂന്നാമത്തത് താജ്മഹൽ, ഫോർത്ത് നാലാമത്തത് ചെങ്കോട്ട, ഏറ്റവും അവസാനത്തെ ജുമാ മസ്ജിദ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ തന്നെ എഴുതുക. ആ സവിശേഷതകൾ ഓരോന്നിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ മാത്രം അവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അടുത്ത നിങ്ങളോട് പറയാണ്, ഐഡൻറ്റിഫൈ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്രിപ്പയർ എ നോട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയുടെ നിർമ്മിതിയുടെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തി അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ നോട്ടിൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട് എന്താണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് എന്നും പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ ഒരു 4 പോയിന്റ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത്, വിട്ലസ്വാമി ടെമ്പിൾ ആൻഡ് ഹസാരരാമ ടെമ്പിൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസ് ബിൽഡ് ഡ്യൂറിങ് ദ മിഡിവൽ പീരിയഡ് ബൈ ദ വിജയനഗര കിങ്സ് ഓഫ് സൗത്ത് ഇന്ത്യ. എന്താണ് സൗത്ത് ഇന്ത്യയിലെ വിജയനഗര രാജാക്കന്മാർ നിർമ്മിച്ച പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും. ഒന്ന് പറഞ്ഞേ, വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാരരാമ ക്ഷേത്രവും. ഇനി ആദ്യത്തെ ആ ചിത്രം നിങ്ങൾക്ക് കാണും പറയാം. നമ്മൾ ആദ്യം കുറച്ച് ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചു. ഇവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ കാണുന്നത് എന്നാണ്. They are multi-storied and built of chiseled rocks എന്ന് പറഞ്ഞാൽ എന്താണ്, ചെത്തിമിനുക്കി നിർമ്മിച്ച ബഹുനില ക്ഷേത്രങ്ങളാണ് ഇവ. They are multi-storied and built of chiseled rocks എന്ന് പറഞ്ഞാൽ ചെത്തിമിനുക്കിയ
ബഹുനില ക്ഷേത്രങ്ങളാണ് അവിടെയുള്ളത്. മണ്ഡപ വെർബിൽ അഡ്ജസൻറ്റ് ടു ദ ടെമ്പിൾസ്, ക്ഷേത്രങ്ങളോട് ചേർന്ന് മണ്ഡപങ്ങൾ നിർമ്മിച്ചു. പില്ലേഴ്സ് വിത്ത് കാർവിങ്സ് വെയർ കൺസ്ട്രക്റ്റഡ്, അലങ്കാര പണികളുള്ള പില്ലേഴ്സ്, തൂണുകൾ നിർമ്മിച്ചു. പിന്നെന്താണ്? ടെമ്പിൾസ് വെയർ എക്സ്പാൻഡഡ്, ക്ഷേത്രങ്ങൾ വിപുലപ്പെടുത്തി. ഡ്യൂറിങ് ദ 16th century, the Portuguese introduced a new style of architecture in India. ഇപ്പോൾ ഇത്രയും നേരം വരെ നമ്മൾ പഠിച്ചത് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനെ കുറിച്ചായിരുന്നു, രീതിശൈലിയെക്കുറിച്ചായിരുന്നു. ഇൻഡോ ഇസ്ലാമിക്. ഇനി 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പുതിയൊരു ശൈലി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്, നിർമ്മാണ ശൈലി. അപ്പോൾ അതെന്താണ് ആ ശൈലിക്ക് പറയുന്ന പേര്? ഇറ്റ് ഈസ് നോൺ ആസ് ദ ഗോതിക് സ്റ്റൈൽ. എന്താണ് ഈ ശൈലി? പോർച്ചുഗീസുകാർ 16ാം നൂറ്റാണ്ടിൽ ഇവിടെ തുടങ്ങി വെച്ച ആ ഒരു നിർമ്മാണ ശൈലിക്ക് പറയുന്ന പേരാണ് ഗോതിക് സ്റ്റൈൽ. എന്താണ്? ഗോതിക് ശൈലി. പോയിന്റഡ് ടവേഴ്സ് ആൻഡ് ആർച്ചസ് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്റ്റൈൽ. ഈ ഗോതിക് ശൈലിയിലെ മറ്റേ നമ്മൾ ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെ പറഞ്ഞു? ആർച്ച്, ഡോംസ്, മിനാരങ്ങൾ, അതായത് കമാനങ്ങളും ഡോംസും പിന്നെ എന്തൊക്കെയാണ് മിനാരങ്ങളൊക്കെ അതിൻ്റെ പ്രത്യേകതകളായിരുന്നു. അതുപോലെ തന്നെ തൂണുകളിൽ സസ്യങ്ങളൊക്കെ ആലേഖനം ചെയ്തു, പിന്നെ പൂന്തോട്ടങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഏത് ശൈലിയിൽ? ഇൻഡോ ഇസ്ലാമിക് ശൈലിയിൽ. എന്നാൽ ഗോതിക് ശൈലി എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? ആ ഫീച്ചേഴ്സ് എന്താണ് ഗോതിക് ശൈലിയിൽ? എന്താണ്? പോയിന്റഡ് ടവേഴ്സ്, കൂർത്ത ഗോപുരങ്ങളും ആർച്ചസും കമാനങ്ങളുമായിരുന്നു ഗോതിക് ശൈലിയുടെ പ്രത്യേകതകളാണ്. ഗോതിക് ശൈലിയുടെ എന്താണ്? പോയിന്റഡ് ടവേഴ്സും ആർച്ചസുമാണ് ഗോതിക് ശൈലിയുടെ, കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളുമാണ് ഗോതിക് ശൈലിയുടെ പ്രത്യേകത. ഓക്കെ, ഇനി ഈ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച നിർമ്മാണത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിലെ ദ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഇൻ കൊച്ചി ആൻഡ് ദ ബോം ജീസസ് ചർച്ച് ഇൻ ഗോവ. എന്താണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഏത് ശൈലിക്ക് ഉദാഹരണമാണ്? ഗോതിക് സ്റ്റൈലിന് ഉദാഹരണമാണ്. ഗോതിക് ശൈലി അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ വരും. ഗോതിക് ശൈലിയുടെ സവിശേഷത എന്താണ്? ഫീച്ചേഴ്സ് എന്താണ്? ഗോതിക് ശൈലി നിർമ്മാണത്തിന് ഉദാഹരണങ്ങൾ ഏതാണ്? ഗോതിക് ശൈലിയുടെ സവിശേഷത എന്താണ്? പോയിന്റഡ് ടവേഴ്സ്, കൂർത്ത ഗോപുരങ്ങളും ആർച്ചസ് കമാനങ്ങളുമാണ് ഗോതിക് ശൈലിയുടെ സവിശേഷത. ഗോതിക് ശൈലി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. ഇനി ഗോതിക് ശൈലിക്ക് ഉദാഹരണം എക്സാമ്പിൾ എന്നതൊക്കെയാണ്? നമ്മുടെ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ചർച്ചും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. The buildings constructed in the styles of the architecture discussed above are the symbols of the rich and diverse cultural tradition of India. മുകളിൽ ചർച്ച ചെയ്ത വാസ്തുവിദ്യാ ശൈലികളുടെ നിർമ്മിതികൾ ഇന്ത്യയുടെ സാംസ്കാരിക സമ്പന്നതയുടെയും വൈവിധ്യത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗോതിക് ശൈലി എന്നാന്നുള്ളതിൻ്റെ നോട്ടൊന്ന് നോക്കാം. ഗോതിക് ശൈലി എന്ന് പറഞ്ഞാൽ എന്താണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയാണ്. അപ്പോൾ ആരാണ് ഗോതിക് ശൈലി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? പോർച്ചുഗീസുകാർ. ഇനി അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ഈ ശൈലിയുടെ പ്രത്യേകതകളാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഗോതിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ. This style is introduced by the Portuguese. Pointed towers and arches are the major features of this style. St. Francis Church in Kochi or the Bom Jesus Church in Goa are the example of this style. Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മളിന്ന് 12ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെയുള്ള വാസ്തുവിദ്യാ ശൈലിയെക്കുറിച്ചാണ് പഠിച്ചത്. അതിൽ ആദ്യം പഠിച്ചത് ഏത് ശൈലിയാണ്? ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി എന്ന് പറഞ്ഞാൽ എന്താണ്? സലത്തനത്ത് ഭരണകാലത്ത് ഇന്ത്യയിൽ ഒരു പുതിയ വാസ്തുവിദ്യ, അത് ഏതൊക്കെയാണ്? തുർക്കി, പേർഷ്യ എന്നീ രാജ്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട അവിടുത്തെ ശില്പികളെ കൊണ്ടുവന്നു. അപ്പോൾ അവിടുത്തെ ശൈലിയും നമ്മുടെ ഇന്ത്യയിലെ ശൈലിയും കൂടെ കൂട്ടിച്ചേർത്ത് അവർ നിർമ്മാണങ്ങൾ നടത്തി. അപ്പോൾ അത്തരത്തിൽ നിർമ്മാണം നടത്തിയ ശൈലിക്ക് പറയുന്ന പേരാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി. ഇനി അതിന് 4 സവിശേഷതകൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്?
കമാനങ്ങൾ, ആർച്ച്, താഴികക്കുടങ്ങൾ, ഡോംസ്, മിനാരങ്ങൾ, പിന്നെ എന്താണ് ഈ ഇതിൻ്റെ പ്രത്യേകതകൾ ആണ്. പിന്നെ എന്താണ്, കെട്ടിടങ്ങളിൽ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപങ്ങൾ കൊത്തിവെച്ചു. ഇനി എന്താണ്, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് എന്തൊക്കെയാണ് ഉപയോഗിച്ചത്? കുമ്മായം ഉപയോഗിച്ചു, ചുവന്ന കല്ല് ഉപയോഗിച്ചു, മാർബിളൊക്കെയാണ് അവർ ഉപയോഗിച്ചത്. നിർമ്മിതികളോട് ചേർന്ന് വിശാലമായ പൂന്തോട്ടങ്ങൾ അവരുണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലിയിൽ ആദ്യം പണി പൂർത്തീകരിച്ചത് ഏതാണ്? കുത്തബ് മീനാർ. കുത്തബ് മീനാർ പണി കഴിപ്പിക്കാൻ തുടങ്ങിയത് ആരാണ്? യെസ്, വെരി ഗുഡ്, കുത്ബുദ്ദീൻ ഐബക്ക്. പണി പൂർത്തിയാക്കിയത് ആരാണ്? ഇൽത്തുമിഷ്. പിന്നീട് ഏത് കാലഘട്ടത്തിലാണ് ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈൽ കൂടുതൽ പ്രചാരം നേടിയത്? യെസ്, മുഗൾ കാലഘട്ടത്തിലാണ്. മുഗൾ രാജാക്കന്മാർ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത്? ഹുമയൂണിൻ്റെ ശവകുടീരം. അതെന്തുകൊണ്ടാണ് നിർമ്മിച്ചത്? ചുവന്ന മണൽക്കല്ലും വെണ്ണക്കല്ലും കൊണ്ട്. പിന്നീട് ഷാജഹാൻ ചക്രവർത്തിയുടെ 3 നിർമ്മാണങ്ങളെക്കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ്? താജ്മഹൽ പഠിച്ചു, ചെങ്കോട്ട പഠിച്ചു, പിന്നെ എന്താണ്, ജുമാ മസ്ജിദ് പഠിച്ചു. ഇവയുടെ ഓരോന്നിൻ്റെ നിർമ്മാണ ശൈലിയും രീതിയും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം പിന്നെ ബാമിനി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ചത് എന്താണ്? ഗോൾ ഗുംബസും. കുത്ബ് ഷാഹി സുൽത്താൻമാരുടെ കാലത്ത് നിർമ്മിച്ചത് എന്താണ്? ചാമിനാറും ഒക്കെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. പിന്നീട് ദക്ഷിണേന്ത്യയിൽ വിജയനഗര രാജാക്കന്മാർ നടത്തിയ ക്ഷേത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? വിട്ടലസ്വാമി ക്ഷേത്രവും ഹസാര രാമക്ഷേത്രത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അവയുടെ 4 സവിശേഷതകൾ പഠിച്ചു. എന്താണ്? പാറകൾ ചെത്തിമിനുക്കി ബഹുനില കെട്ടിടങ്ങളാണ് ക്ഷേത്രങ്ങൾ. പിന്നെ അതിനോട് ചേർന്ന് മണ്ഡപങ്ങൾ, അലങ്കാര പണികളുള്ള തൂണുകൾ, പിന്നെ ക്ഷേത്രങ്ങളൊക്കെ വിപുലപ്പെടുത്തിയെന്ന് പഠിച്ചു. പിന്നെ അടുത്ത ഒരു സ്റ്റൈലിനെ കുറിച്ച് പഠിച്ചു. ഒരു ശൈലി ഏതാണ്? ഗോതിക് ശൈലി. ആ ശൈലി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. ഗോതിക് ശൈലിയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? പോയിന്റഡ് കൂർത്ത ഗോപുരങ്ങളും കമാനങ്ങളും ആർച്ചുമൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയും ഗോവയിലെ ബോം ജീസസ് പള്ളിയും ഇവയുടെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിനുള്ള വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തീർക്കുകയാണ് പോർഷന്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ് വരെ ഓക്കെ, ബൈ ബൈ.